ഞാനിങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടാണ് ആ ക്യാഷ് കൊണ്ടുവന്നത്. പെഡസ്ട്രൽ ഫാനിൽ അവരുടെ ഹെയർ ഫുള്ളും പെട്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക ഹാർട്ട് ബ്രോക്കൺ എന്ന് പറയില്ലേ അതുപോലെ. അതല്ല അത് പറയുമ്പോൾ എനിക്ക് ഞാൻ ഇമോഷണൽ. ഓക്കെ, ഇത് ഈ നയൻതാര ചെയ്തിട്ടുള്ളത് ഏതാണെന്ന് വല്ല ഐഡിയ? എനിക്ക് സത്യത്തിൽ അത് എന്താന്ന് സത്യമായിട്ട് എനിക്കറിയില്ല. അതെന്താ ശരിക്കും സംഭവം എന്താണ്? ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിക്കുന്ന കാണാറുണ്ട്. ഇത് ഇത് വെച്ച് കഴിയുമ്പോൾ വിഗ് വെച്ചവരുണ്ടാവും. നിങ്ങൾക്ക് മുടി കുറവാണോ? മുടി കുറവായതുകൊണ്ട് കോൺഫിഡൻസ് ഇഷ്യൂ ഉണ്ടോ? അങ്ങനെയുള്ളവർക്കുള്ള ഒരു സൊല്യൂഷൻ, ഒരു ഹെയർ എക്സ്റ്റൻഷൻ വഴി നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സീക്രട്ടുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. വെൽക്കം ടു ബെലീസ മാഗസിൻ ആൻഡ് ദിസ് ഇസ് ദീപ്തി. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഓണ്ടർപ്രണർ രജനി മാം ആണ്. വെൽക്കം ടു ദി ഷോ. മാം, യു ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ. ഞാൻ ഇത് കണ്ട സമയത്ത് ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചു, ഈ ഹെയർ ഒറിജിനൽ ആണോ? അതെ അതെ ആണല്ലേ, ഇത് ഒറിജിനൽ ആണല്ലേ. ഓക്കെ, ഈ ഒരു ബ്രൈഡൽ മേക്ക് ഓവർ അതുപോലെ തന്നെ ഹെയർ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നതൊക്കെ ഇപ്പം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലോട്ട് എത്തിയത്? ഞാനിപ്പോൾ ഈ ബ്യൂട്ടീഷ്യൻ രംഗത്തേക്ക് വന്നതെന്ന് പറഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എത്തിവിട്ടതാണ്. ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് കോഴ്സുകളുടെ ഇത് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൽ സ്പോക്കൺ ഇംഗ്ലീഷ് എന്നുള്ളത് അറ്റൻഡ് ചെയ്യാം എന്നുള്ള രീതിക്കാണ് അതിൽ അപ്ലൈ ചെയ്യാൻ പോയത്. അപ്പോൾ ആ കോഴ്സ് ഫില്ലായി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നെക്സ്റ്റ് ഉണ്ടായിരുന്ന ഒരു ഓപ്ഷൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഈ ഒരു രംഗത്തേക്ക് വന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഹെയർ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് യൂഷ്വലി എനിക്കൊക്കെ ഭയങ്കര കൺഫ്യൂഷനുള്ള സാധനമാണ്. അപ്പോൾ ഈ ഒരു ഹെയർ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നതിൽ മാം കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അത് എന്താ ഫോക്കസ് ചെയ്യാനുള്ള റീസൺ എന്താണ്? പിന്നീട് ഞാൻ പാർലർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അവിടെ വരുന്ന ഒരുവിധം എല്ലാ ക്ലയൻസിൻ്റെയും മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഹെയർ തിന്നിങ്ങും ഹെയർ ഫോളും ആണ് മെയിനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയും ആണെന്നുള്ളൊരു ഇത് വന്നു. പിന്നെ ഞാനത് എങ്ങനെ ഇതിനെ കുറിച്ച് ഇതിനുള്ളൊരു സൊല്യൂഷൻ ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് ഹെയർ എക്സ്റ്റൻഷൻ അതിനുള്ളൊരു ബെസ്റ്റ് സൊല്യൂഷനാണെന്നുള്ളത് അറിഞ്ഞത്. പിന്നെ അതിനെക്കുറിച്ച് പഠിക്കാനും അങ്ങനെയായിട്ട് ശ്രമിച്ചു. പിന്നീട് ഇപ്പോൾ ഒരു 16 വർഷമായിട്ട് നമ്മളിപ്പോൾ ഈ ഫീൽഡിൽ തന്നെ ഉണ്ട്. ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഈവൻ എൻ്റെ കാര്യത്തിൽ പോലും എനിക്ക് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പേടിയാണ്. അപ്പോൾ ഇത് ശരിക്കും ഹെൽത്തി ആണോ ഈ സംഭവം ചെയ്യുന്നത്? അതെ അതെ, അതായത് ഇതിൻ്റെ മെയിൻ്റനൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും നമുക്കിത് ഓൺ ഹെയർ ആയിട്ട് തന്നെ നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് പറ്റും. അത് ശരിയായ രീതിയിൽ ചെയ്യണമെന്ന് മാത്രം. അല്ലാതെ നമ്മളത് ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് അതിനുള്ള ഇഷ്യൂസൊക്കെ വരുന്നത്. ഇപ്പം നമ്മൾ യൂഷ്വലി ഹെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ എക്സ്റ്റൻഷൻ ചെയ്യുന്നതും അതുപോലെ തന്നെ നോർമൽ ഹെയറും രണ്ടും ഡിഫറെൻ്റ് ആയിരിക്കില്ലേ? അപ്പോൾ അത് പൊളിഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ടാവില്ലേ? ഇല്ല ഇല്ല, ഇത് നമ്മൾ ഹെയർ ഫിക്സ് ചെയ്യുക ചെയ്യുന്നത്, അല്ലാതെ സ്കാൾപ്പായിട്ട് ഇതിന് യാതൊരുവിധ ബന്ധമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ശരിയായ രീതിയിൽ മെയിൻ്റെനൻസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ തന്നെയുള്ളൂ. ഇപ്പം നമ്മുടെ ഓൺ ഹെയർ ആണെങ്കിലും നമ്മൾ കറക്റ്റ് ഷാംപൂ വാഷ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ കണ്ടീഷണർ യൂസ് ചെയ്യാതിരുന്നാലും അതിനും ഡാമേജ് ഒക്കെ വരുമല്ലോ. അതേപോലെ തന്നെ പരമാവധി നമ്മൾ നമ്മുടെ ഓൺ ഹെയർ ആയിട്ട് തന്നെ ഇതിനെ നമ്മൾ കണ്ട് അതേപോലെ തന്നെ കെയർ ചെയ്യുക. ഹെയർ എക്സ്റ്റെൻഡ് ചെയ്യുമ്പം ഏകദേശം എത്ര ഡ്യൂറേഷൻ എങ്ങനെയുണ്ടാവും? എത്ര ടൈം എടുക്കും ഒരാൾക്ക് ചെയ്യണമെങ്കിൽ? ഒരാൾക്ക് ചെയ്യാനൊരു 2 hours ചെയ്ത് തീർക്കും. അത് ലെങ്ത് വെച്ചിട്ട് വിട്ട് വെച്ചിട്ടൊക്കെയാണോ? ലെങ്ത് വൈസ്. ഇതിനിപ്പോൾ എത്ര ടൈപ്പ് വരുന്നുണ്ട് എക്സ്റ്റൻഷന്? ഇതിലിപ്പോൾ ഒരുപാട് വെറൈറ്റി ഇത് വരുന്നുണ്ട്. ഇപ്പം ഇതിൽ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫെദർ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബട്ടർഫ്ലൈ ഹെയർ എക്സ്റ്റൻഷൻ, അതാണ് ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെല്ലാവരും ഹാപ്പിയാണ്, ക്ലയൻസൊക്കെ ഹാപ്പിയാണ്. പിന്നെ LW ഹെയർ എക്സ്റ്റൻഷൻ ഇപ്പം നിലവിലുള്ള എല്ലാ മെത്തേഡുകളും ചെയ്യുന്നുണ്ട്. അതിന് ഓരോ ക്ലയൻസിനും ഓരോരോ ഇഷ്ടങ്ങളായിരിക്കും. അതിനനുസരിച്ച് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അതിനനുസരിച്ചുള്ള മെത്തേഡുകൾ അവർ ചൂസ് ചെയ്യും. അവർക്കത് പറ്റുമോ എന്നുള്ളത് നമ്മളും പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു ഇതിലെത്തിച്ചേരുന്നത്. ഇതൊക്കെ തമ്മിൽ ഈ ഡിഫറൻസ് എന്താ? നമുക്ക് ഈ ഹെയർ കട്ട് പോലെയൊക്കെയാണ്, ഇപ്പം വി കട്ട്, ഫെദർ കട്ട് അങ്ങനെയൊക്കെ പറയുന്നത് പോലെ. ഇതിന്റെ ഡിഫറൻസ് എങ്ങനെ വരും? അല്ലല്ല, അത് ചെയ്യുന്ന മെത്തേഡിൽ വരുന്ന വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പം ലേറ്റസ്റ്റ് വന്നിട്ടുള്ളത് ബട്ടർഫ്ലൈ ഹെയർ എക്സ്റ്റൻഷൻ മെത്തേഡാണ് വന്നിട്ടുള്ളത്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസിയാണ്, മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസിയാണ്. പിന്നെ അതൊരു വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഫീലൊന്നും തോന്നില്ല. അത് എത്ര ലെങ്ത് വേണമെങ്കിലും
നമുക്ക് വെച്ച് കൊടുക്കാനായിട്ട് പറ്റും. അവർക്കത് അറിയില്ല, അതങ്ങനെ ഹെയറിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഫീല് തോന്നില്ല. അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് വന്നിട്ടുള്ളത്. പേളിൻ്റെ പറഞ്ഞ അതുപോലെ ബട്ടർഫ്ലൈ എന്നൊക്കെ പറഞ്ഞാൽ പേളുണ്ടെന്നല്ല, പേൾ പെർമനന്റ്. അപ്പൊ ഇത് നമുക്ക് വെക്കുന്ന പാറ്റേൺ അനുസരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പേര് വരുന്നത്. ഇതെങ്ങനെയാണ്? അതുപോലെ തന്നെ ഞാൻ മുന്നേ ഒരു ഹെയർ എക്സ്റ്റൻഷൻ്റെ കാര്യം ഇങ്ങനെ ഒരാളോട് ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, നമുക്ക് യൂഷ്വലി ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്ത് അതിനോരോ പാറ്റേണും കാര്യങ്ങളും വരുന്നുണ്ടോ? ലൈക്ക് നമുക്ക് ഓരോ സ്ട്രീക്സ് എടുത്തിട്ടാണോ ചെയ്യുന്നത്? എങ്ങനെയാണ് അത് വരുന്നത്? അതെന്ന് പറഞ്ഞാൽ 1 gram ഹെയറിൽ 1 gram ഹെയർ തന്നെ അറ്റാച്ച് ചെയ്യാന്നുള്ള ഒരു രീതിയേ വരുന്നുള്ളൂ. അല്ലാതെ ഒരു ഹെയറിൽ അങ്ങനെയല്ല, ഒരു 1 gram ഹെയറിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേറെയുള്ള ഒരു ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും അറിയില്ല. നമ്മൾ ചെയ്യുന്നത് ലൈറ്റ് വെയിറ്റ് ഹെയർ ആണ്. അപ്പോൾ അത് എത്ര ലെങ്ത് വെച്ചാലും അവർക്ക് വെയിറ്റ് ഫീൽ ചെയ്യില്ല. അതാണ് നമ്മുടെ ഒരു പേൾ പെർമനന്റ് ഹെയർ എക്സ്റ്റൻഷൻ്റെ നമ്മൾ പറയുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം, ലൈറ്റ് വെയിറ്റ് ഹെയർ ആണ്. ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യണമെങ്കിൽ എങ്ങനെയുള്ളൊരു വ്യക്തികൾക്കാണ് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്? ഏതൊക്കെ ആൾക്കാർക്കാണ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ് വരുന്നത്? പറ്റാത്തത് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എന്തെങ്കിലും അലോപേഷ്യ പോലുള്ള എന്തെങ്കിലും അസുഖങ്ങളുള്ളവർ, അതുപോലെ തന്നെ എപ്പോഴും ഹെയർ ഫോള്, എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വളരെയധികം ഹെയർ ഫോള്, നോർമൽ ഹെയർ ഫോൾ അല്ലാതെ കൂടുതലായിട്ടുള്ളവർക്ക് അവരോട് ഞാൻ ചെയ്യണ്ടെന്നാണ് പറയാറുള്ളത്. അല്ലാതെ ഉള്ള എല്ലാവർക്കും ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. അത് ആഗ്രഹത്തിനനുസരിച്ച് ചെയ്യാം. ഇപ്പം ഇത് ഹെയർ ചെയ്തു എന്ന് വെച്ചിട്ട് അതേപോലെ തന്നെ വേണമെന്നില്ല. ഇനിയിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞു അവർക്കത് വേണ്ടാന്ന് തോന്നി കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഒരിക്കലും ഇനി ഇപ്പോഴൊന്നും റിമൂവ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല. അപ്പം അത് കാരണം എല്ലാവർക്കും അവരെ സാഹചര്യത്തിനനുസരിച്ച് വേണമെങ്കിലും ചെയ്തു പോവാം. അങ്ങനെയും ചെയ്യുന്ന ഒരുപാട് ക്ലയൻസ് ഉണ്ട്. ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ട്, അപ്പോൾ അവർക്കത് ചെയ്യണം. 2 മാസം കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അത് വേണ്ട, അപ്പോൾ റിമൂവ് ചെയ്യാം. അങ്ങനെ പിന്നെ ഹെയർ എടുത്ത് വെച്ചിട്ട് പിന്നെ അവർക്കൊരു ഫംഗ്ഷൻ ഉള്ളപ്പോൾ വീണ്ടും വന്ന് ഫിക്സ് ചെയ്യണവരുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്, പലരും പല അതല്ലേ. ഓക്കെ. ഈ നെയിൽ എക്സ്റ്റൻഷനൊക്കെ പോലെ തന്നെ നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്? ഉണ്ട്. ഓക്കെ. അത് കാരണം അത് സേഫാണ്. ഓക്കെ. ഇതുപോലെ തന്നെ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്ത് മുന്നേ ശ്രദ്ധിക്കേണ്ട പ്രീ കെയർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതിൽ? ഇല്ലില്ല, അങ്ങനെയൊന്നുമില്ല. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വന്നാൽ അത്രയും നല്ലതാണെന്ന് പറയാറ്. അത് ചെയ്യണം എന്ന് തന്നെയാണ് പറയാറുള്ളത്. ഇപ്പോൾ D3 ആണ്, വൈറ്റമിൻ D3 ആണ് ഇപ്പോൾ ഒരുവിധം എല്ലാ ക്ലയൻസിനും മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് വൈറ്റമിൻ D3യുടെ ഡെഫിഷ്യൻസിയാണ്. പിന്നെ ഈ കൊറോണ വന്നതിന് ശേഷമുള്ള ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസൊക്കെ എല്ലാവർക്കും ഉണ്ടാവാറുണ്ട്. അതിനെ തുടർന്നുണ്ടാവുന്ന ഹെയർ ഫോള് ഭയങ്കരമായിട്ടാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് കാരണം അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വരണം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഈ ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും ടെസ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇല്ല, അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഓക്കെ. ഹെയർ ക്ലീൻ ചെയ്ത് അവർക്ക് ഹെയർ ഫിക്സ് ചെയ്ത് പോകുന്നു മാത്രം. അതിപ്പോൾ പിറ്റേ ദിവസം വേണ്ടാന്ന് തോന്നിയാലും 2 ആഴ്ച കഴിഞ്ഞ് വേണ്ട, എപ്പോൾ വേണമെങ്കിലും നമുക്കിത് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പം യൂഷ്വലി നമുക്ക് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഉള്ളൊരു പേടിയുണ്ട്. ഈവൺ എനിക്കാണെങ്കിലും ഉള്ളൊരു പേടി എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ചെയ്ത് എൻ്റെ ഹെയർ ഡാമേജ് ആവുമോ, അതിന് ശേഷം ടേക്ക് കെയർ ചെയ്യണ്ടേ, അങ്ങനെയുള്ള കുറേ ടെൻഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം? അത് നമുക്ക് നോർമൽ ഹെയർ ഡാമേജ്ഡ് ആവുമോ, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ? അങ്ങനെ നമ്മുടെ നോർമൽ ഹെയറിന് അങ്ങനെ ഡാമേജ് ഒന്നും ആവില്ല. ഇപ്പോൾ ഒരുവിധം എല്ലാവരുടെയും ഒരു കൺസേൺ ഇതൊക്കെ തന്നെയാണ്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഹെയറിന്, അവരുടെ ഓൺ ഹെയറിന് എന്തെങ്കിലും ഡാമേജ് ആവുമോ എന്നുള്ളത്. അതിപ്പോൾ ഒരു ക്ലയൻറ്റ് വരുമ്പോൾ തന്നെ നമ്മൾ അവരെ കൺസൾട്ട് ചെയ്യുമ്പോൾ തന്നെ അവരുടെ എല്ലാവിധ ഡൗട്ടും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അവർക്ക് ഹെയർ വെച്ച് കൊടുക്കുന്നത്. ഇതിപ്പോൾ മുന്നൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഞാൻ തന്നെ എൻ്റെ ഹെയറിൽ ഇതുപോലെ വെച്ച് നോക്കി, എന്നിട്ട് എനിക്കെന്തെങ്കിലും, നമുക്കറിയാലോ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ ആ സെയിം ഇഷ്യൂസ് തന്നെയാവുമല്ലോ ക്ലയൻസിനും ഫീൽ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ ഇപ്പോൾ ഇങ്ങനെ മെത്തേഡുകൾ പുതിയ ഒരുപാട് മെത്തേഡുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മുന്നൊക്കെ ഉണ്ടായിരുന്ന ആ മെത്തേഡല്ല ഇപ്പോൾ ഹെയർ എക്സ്റ്റൻഷനിലുള്ളത്. അപ്പോൾ ഈ പുതിയ ഏത് മെത്തേഡ് വന്നാലും ഞാനൊരു 2 months-ഓളം ഞാൻ എൻ്റെ ഹെയറിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കും. ഇത് നോക്കിയിട്ട് എനിക്കത് ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഞാൻ ആ മെത്തേഡുകൾ ഞാൻ എൻ്റെ ക്ലയൻസിനും ഞാനത് പറഞ്ഞു കൊടുക്കാറ്, അല്ലെങ്കിൽ അവർക്കത് ഞാൻ ചെയ്തു കൊടുക്കാറുള്ളൂ. അപ്പോൾ അത് കാരണം കറക്റ്റായിട്ട് നമുക്കറിയാം എന്തൊക്കെ അതിൽ ബുദ്ധിമുട്ടുണ്ടാവുമോ എന്നുള്ളത്. നമ്മൾ അവരോട് ചോദിച്ച്
മനസ്സിലാക്കണം എന്നുള്ള ഒരു ഇത് വരുന്നില്ല. എന്ന് വെച്ചാൽ നമുക്ക് തന്നെ അറിയാലോ എന്തൊക്കെ അതിൽ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത്. അങ്ങനെയാണ്. അപ്പൊ പിന്നെ ഡാമേജ് ഒക്കെ ആവുമോ നമ്മുടെ ഓൾറെഡി ഉള്ള ഹെയറിൽ എക്സ്റ്റൻഷൻ വെക്കുന്ന സമയത്ത് അതിൽ ഡാമേജ് അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ? ഇല്ല, അതിന് ഡാമേജ് ആവില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ അവരുടെ ഹെയർ ഇപ്പം ആരുടെ ആയാലും ഹെയറിൽ ഹെയർ ഫിക്സ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർ കറക്റ്റ് വേയിൽ അതിന്റെ മെയിൻ്റെനൻസ് ശ്രദ്ധിക്കണം എന്നുള്ള നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ അവർ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊന്നുമല്ല. അവരുടെ ഹെയറിൽ എന്തൊക്കെ ചെയ്യുന്നു അതേ സെയിം കാര്യങ്ങളൊക്കെ തന്നെ, അതേ പ്രൊസീജിയേഴ്സ് ഒക്കെ തന്നെയാണ് ഇതിലും ഫോളോ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ 6 months എന്തായാലും സർവീസ് എടുക്കാൻ വരണം. അതല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് 1 month 1 inch ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അപ്പൊ അതിനനുസരിച്ചിട്ട് 6 months ആകുമ്പോഴേക്കും കുറച്ചൊന്ന് അത് ഇറങ്ങി വരാനുള്ള ഒരു ചാൻസ് ഉണ്ടാവും. അപ്പൊ അത് നമ്മളത് റിമൂവ് ചെയ്തിട്ട് വീണ്ടും അത് നമ്മൾ അതിന്റെ മുകളിലേക്ക് തന്നെ അത് ഫിക്സ് ചെയ്യുക ചെയ്യണത്. അപ്പൊ പിന്നെ അവർക്ക് അത് ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അവരൊരു സ്പാ ഒക്കെ ചെയ്ത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ അരോമ തെറാപ്പി ഫോളോ ചെയ്യുന്ന ഹെഡ് മസാജും ഹെയർ സ്പായും ഒക്കെ ചെയ്ത് അവർ ഹാപ്പി ആയിട്ട് തന്നെ പോവും. ഇപ്പം ഇതുവരെയും വെച്ചിട്ടുള്ള എല്ലാ ക്ലയൻസിൻ്റെയും അഭിപ്രായത്തിൽ അവർ പറയാറുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഓൺ ഹെയറിന് കുറച്ചുകൂടി ഗ്രോത്ത് വന്നു എന്നാ പറയാറുള്ളൂ. അതല്ലാതെ ഉള്ള ഹെയർ ഡാമേജ് ആയിന്ന് എൻ്റെ ക്ലയൻസ് ഇതേവരെ ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ ഗ്രോത്ത് വരുന്നത് മേ ബി നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നോണ്ടാണോ? ടേക്ക് കെയർ ചെയ്യുന്നതാണ്. എന്താ വെച്ചാൽ അതുവരെയും തീരെ ശ്രദ്ധിക്കാതിരുന്ന ഹെയർ വരെ ഈ ഹെയർ വെച്ചതിന് ശേഷം ക്ലയൻസ് നന്നായിട്ട് ശ്രദ്ധിക്കും. അപ്പൊ പിന്നെ അവർക്ക് പിന്നെ നമ്മൾ അവരെ കുറച്ച് കാര്യങ്ങൾ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതും കൂടി ആകുമ്പോൾ ഇപ്പൊ 6 months പറഞ്ഞില്ലേ, അപ്പൊ ഒരു 6 inch ഹെയർ ഗ്രോത്ത് അവർക്ക് ഓൾറെഡി വരുന്നുണ്ട്. പിന്നെ അവരുടെ നിലവിലുള്ള ഹെയർ ഡാമേജ് ആവാതിരിക്കാനായിട്ട് നമ്മൾ അവർക്ക് ഹെയർ സ്പായും ഹെഡ് മസാജൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യും. അതുപോലെ ഫോളോ ചെയ്യുന്ന ക്ലയൻസിന് ഹെയർ ഗ്രോത്ത് മാത്രമേ തന്നെ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഹെയർ ഡാമേജ് ആവുക എന്നുള്ള ഒരു ഇഷ്യൂ അവർക്ക് ഉണ്ടാവായിട്ടില്ല. അപ്പോൾ ഈ ഹെയർ എക്സ്റ്റൻഷൻ കൂടാതെ എന്തൊക്കെയാണ് മാമിന്റെ ആ ഒരു ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? അവിടെ നമ്മളിപ്പോൾ മൈക്രോ ബ്ലേഡിങ് ഉണ്ട്, പിന്നെ അതുപോലെ ഐലാഷ് എക്സ്റ്റൻഷൻ, പിന്നെ ബ്രൈഡൽ മേക്കപ്പ്, പിന്നെ അരോമ തെറാപ്പിയാണ് പിന്നെ പാർലറിൽ മെയിൻ ആയിട്ടുള്ളത്. അതിപ്പോൾ നമ്മൾ ഫേഷ്യലാണെങ്കിലും ഹെഡ് മസാജ് ആണെങ്കിലും ഹെയർ സ്പാ എല്ലാത്തിലും നമ്മൾ അരോമ തെറാപ്പി ഫോളോ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും തന്നെയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. ഈ അരോമ തെറാപ്പി മീൻസ് നമുക്ക് കുറച്ചുകൂടെ ഗ്ലോയി ആ ഒരു ഫീച്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണോ ശരിക്കും ചെയ്യുന്നത്? എന്താ ശരിക്കും അത് വരുന്നത്? അതെന്ന് പറഞ്ഞാൽ ആർക്കും ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാതെ നേച്ചറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ട്രീറ്റ്മെന്റ് കൂടിയാണത്. ഇപ്പൊ അത് ഫേഷ്യലായാലും ഇപ്പൊ പറഞ്ഞില്ലേ ഹെഡ് മസാജ് ആയാലും നമുക്ക് നോർമൽ ഫേഷ്യൽ പോലെയോ അങ്ങനെയല്ല, നമുക്കിതൊരു മെന്റൽ റിലാക്സേഷനും കൂടി കിട്ടുന്ന ഒരു കാര്യമാണ് ഈ അരോമ തെറാപ്പി ഫോളോ ചെയ്യുന്നത് കൊണ്ടുള്ളത്. അപ്പോൾ അവർക്ക് ഉറക്കം നല്ല കറക്റ്റായി വരാനും അങ്ങനെയൊക്കെ പാർലറിൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്ത ആൾക്ക് തന്നെ പിന്നെ അതൊരിക്കലും മറക്കാതെ അവർ കറക്റ്റായി തന്നെ നമ്മുടെ അടുത്തേക്ക് തന്നെ വരാനുള്ള ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ കെമിക്കൽ അങ്ങനെയുള്ളതൊന്നുമില്ല. എത്ര എന്താ പറയുക ഈ എന്ത് ഇഷ്യൂസ് ഉള്ള ആൾക്കാണെങ്കിലും ഈ അരോമ തെറാപ്പി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു മാം വർക്ക് ചെയ്യുന്ന സമയത്ത് സോഷ്യൽ മീഡിയ എത്രമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഈവൻ സെൽഫായിട്ടുള്ള കോണ്ടാക്റ്റിൻ്റെ ബേസിലാണോ കൂടുതൽ ആയിട്ട് കസ്റ്റമേഴ്സ് വരുന്നതോ സോഷ്യൽ മീഡിയ ത്രൂ ആണ്? എങ്ങനെയാണ്? തുടക്കകാലങ്ങളിൽ അതായത് ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ആരും അറിയപ്പെടാതിരുന്ന ഒരു പാർലറായിരുന്നു. പിന്നീട് ഈ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടിയാണ് ഇപ്പോൾ ഒരുവിധം എല്ലാവരും നമ്മൾ അറിഞ്ഞു തുടങ്ങി. ഇപ്പം നമുക്ക് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇപ്പം നമുക്ക് ക്ലയൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അത് സോഷ്യൽ മീഡിയ അതിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഇപ്പം എത്ര പേരിൽ മാം ചെയ്തിട്ടുണ്ട് ഒരു ഹെയർ എക്സ്റ്റൻഷൻ? ഞാൻ ഇപ്പോൾ തുടക്കകാലം ഇപ്പം ഈ 16 വർഷത്തെ അതിൽ നോക്കുമ്പോൾ ഒരു 2000 പേർക്കെങ്കിലും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യമൊക്കെ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഞാൻ എല്ലാവർക്കും കുറേ ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് അറിയണം, എല്ലാവരിലേക്ക് എത്തണം. അന്ന് ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ അത്ര ഇതല്ലല്ലോ. അപ്പോൾ മൗത്ത് ടു മൗത്ത് തന്നെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ കുറേ പേർക്ക് അങ്ങനെയാണ് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഹെയർ കിട്ടാനും ബുദ്ധിമുട്ടായിരുന്നു. അന്നൊക്കെ ഞാൻ അവരോട് പറയുക അവരുടെ മക്കളുടെയോ അങ്ങനെ ആരുടെയെങ്കിലും ഹെയർ, ഇപ്പം അമ്മമാരൊക്കെ വരുമ്പോൾ അവർക്ക് തീരെ ഹെയർ ഇല്ല, തിൻ ഹെയർ ആയിരിക്കാം, പക്ഷെ നമുക്കും ഹെയർ കിട്ടാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അവരോട് പറയുക മക്കളുടെയൊക്കെ ഉണ്ടെങ്കിൽ ഹെയർ കട്ട്
കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എടുത്തു വെച്ചിട്ട് കൊണ്ടുവന്നാൽ മതി എന്ന് പറയും. അങ്ങനെ അവർ കൊണ്ടുവരും. അങ്ങനെ അവർക്ക് ഞാൻ അങ്ങനെ ഫ്രീ സർവീസ് ആയിട്ടാണ് കുറേ പേർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പം അതേ ലെങ്ത്തിൽ തന്നെ ഹെയർ വേണമെന്നുണ്ടാവില്ലേ നമുക്ക് എക്സ്റ്റൻഷൻ? അത് പിന്നീട് തുടക്കകാലങ്ങളിലൊക്കെ എല്ലാവർക്കും ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമ്മൾക്ക് ഹെയർ ഒക്കെ അവൈലബിൾ ആയി തുടങ്ങി എന്നുള്ളത് വന്നപ്പോഴാണ് ഇപ്പൊ ആളുകളുടെ ക്ലയൻസിന്റെ ഇഷ്ടം അനുസരിച്ചുള്ള ലെങ്ത്തിൽ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത ആൾക്കാർക്ക് നമുക്ക് ഓയിൽസ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല? ഇല്ല, അതൊക്കെ യൂസ് ചെയ്യാം. അതെല്ലാവരുടെയും ഒരു കൺസേൺ തന്നെയായിരുന്നു. ഓയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഷാമ്പൂ ചെയ്യാൻ പറ്റുമോ, അതുപോലെ ഡൈ ഇടാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് എല്ലാവരുടെയും ഒരു വലിയൊരു ഡൗട്ടാണ്. അതിപ്പോൾ ഏത് ക്ലയൻസ് വന്നാലും അവർക്കൊക്കെ ഇങ്ങനെ അതിപ്പോൾ ആർക്കായാലും ഉണ്ടാവുന്ന കുറച്ച് ഡൗട്ടുകളാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ പേൾ പെർമനന്റ് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ അപ്ലൈ ചെയ്യാം. അത് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ അവർക്ക് ഡെയിലി വേണമെങ്കിലും ഹെയർ വാഷ് ചെയ്യാനും എല്ലാം പറ്റും. പേളിൻ്റെ പറഞ്ഞു അതുപോലെ ബട്ടർഫ്ലൈ എന്നൊക്കെ പറഞ്ഞാൽ പേളിൻ്റെ പേൾ പെർമനന്റ്. അപ്പോൾ ഇത് നമുക്ക് വെക്കുന്ന പാറ്റേൺ അനുസരിച്ചിട്ടാണ് ഇങ്ങനെ ഒരു പേര് വരുന്നത്? ഇതെങ്ങനെയാണ്? ഇല്ല, അത് നമ്മളിടുന്നതല്ല, അത് കമ്പനി ബേസ് ചെയ്ത് അങ്ങനെ വരുന്ന പേരുകൾ. അത് പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ടാണ് ഇതിന് പേര്? അതെ, അതിൽ ഓരോന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതാണ്. പ്രോഡക്ട്സ് ഡിഫറെന്റ് ആയിരിക്കും ചെയ്യുന്ന പ്രോഡക്ട്സ്, പാറ്റേണും ഡിഫറെന്റ്, പാറ്റേൺ എല്ലാം വ്യത്യസ്തമായി. ഓക്കെ. അതുപോലെ തന്നെ ഈ ഐബ്രോൻ്റെതും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൈക്രോ ബ്ലേഡിങ് അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനും അതുപോലെ തന്നെ എങ്ങനെയാണ് ഇത് ടേക്ക് കെയർ ചെയ്യുന്നുണ്ടത്? എങ്ങനെയാണ് ഇതിന്റെ? ഇപ്പൊ ഒരു ട്രെൻഡ്, ഇപ്പൊന്നല്ല മുന്നേ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് നല്ലൊരു പുരികം. ഇപ്പൊ ഹെയർ പോലെ തന്നെ എല്ലാവരുടെയും ഇപ്പൊ നമ്മുടെ എന്താ പറയാ ഫേസിനെ ഹൈലൈറ്റ് ചെയ്യണ കുറച്ച് കാര്യങ്ങളാണല്ലോ ഇതൊക്കെ ഉള്ളത്. അപ്പോൾ ഇതുപോലെ പുരികം കൊഴിഞ്ഞു പോവുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു മെയിൻ ഇഷ്യൂ തന്നെയായിരുന്നു. അപ്പൊ അതിനൊരു പരിഹാരമായിട്ട് ഇപ്പൊ മൈക്രോ ബ്ലേഡിങ് വന്ന കാരണം ഇപ്പൊ നമ്മൾ പാർലറിൽ അത് ചെയ്തു കൊടുക്കുന്നുണ്ട്. ക്ലയൻസ് ഒക്കെ ഹാപ്പിയാണ്. അപ്പോൾ മൈക്രോ ബ്ലേഡിങ് ആകുമ്പോൾ അവരുടെ പുരികത്തിനെ ഓവറായിട്ട് ഇങ്ങനെ ഭയങ്കര ഹൈലൈറ്റ് ചെയ്തിട്ട് ആക്കാണ്ട് നിലവിലുള്ള കുറച്ച് എന്താ പറയുക ഒറിജിനാലിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു മൈക്രോ ബ്ലേഡിങ് മെത്തേഡാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത്. ഓക്കെ. ഇപ്പം ഈ നയൻതാര ചെയ്തിട്ടുള്ളത് ഏതാണെന്ന് വല്ല ഐഡിയ നമ്മൾ കൂടുതലും ഞാനൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയുന്നത് നയൻതാര പുള്ളിക്കാരി ചെയ്ത സമയത്താണ്. അപ്പോൾ നമുക്ക് ഈ ചെയ്യുന്ന സമയത്ത് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? ഹെയർ മീൻസ് ഇത് ചെയ്യുമ്പോൾ അങ്ങനെ പെയിനൊന്നും ഉണ്ടാവില്ല. ഇപ്പം എല്ലാവർക്കും അറിയാം, ഇപ്പം നമ്മൾ ഡയറക്റ്റ് ചെയ്യലല്ലോ ചെയ്യുന്നത്, നമ്പിങ് ക്രീം അപ്ലൈ ചെയ്ത് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം അത് കാരണം ആ ടൈമിൽ നമുക്ക് പെയിൻ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അവർക്ക് അത് ഫങ്ഷൻ ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെ പോവാം. പിന്നെ ഒരു വൺ ഡേ നനയ്ക്കരുത് എന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ ഐലാഷും ഇതേപോലെ തന്നെ എക്സ്റ്റൻഷൻ തന്നെയാണ്. അത് ചെയ്തു കഴിഞ്ഞാലും ഇപ്പോൾ എല്ലാവരും കോൺഫിഡൻസ് വർദ്ധിക്കുമല്ലോ. ഇപ്പൊ അതിനായിട്ട് ഇപ്പൊ നമ്മളിപ്പോ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എക്സ്റ്റൻഷൻ അതൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു പലർക്കും പലതാണ് കേട്ടോ, എല്ലാവർക്കും ഒരുപോലെ എന്നല്ല പറയണത്. കുറെ നാള് ഐലാഷസ് അങ്ങനെ ഇപ്പൊ ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിലും അതിന് വേണ്ടിയിട്ട് ഇപ്പൊ മസ്കാര അന്വേഷിക്കുക അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ വേറെ റെഡിമെയ്ഡ് ഐലാഷസ് വെക്കണ്ട, അത് ഊരി വെക്കണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഫംഗ്ഷനുകളെ ബേസ് ചെയ്തിട്ടൊക്കെ നല്ലതാണ്. അത് കുറെ നാൾ അതും നിൽക്കും. അതും ഈ ഇങ്ക് തന്നെയാണോ ഈ ഐലാഷസ്? അതല്ല അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഐലാഷസ് ആണ് അതിനായിട്ട് ഉപയോഗിക്കുന്നത്. അതപ്പോൾ നമ്മുടെ ഐലാഷസ് അറിയാം, നമുക്ക് അത്രയും തിന്നായിട്ടുള്ളതാണല്ലോ, അത് അതേപോലെ തന്നെ വേണം. അപ്പോൾ അത് ഒറിജിനലായിട്ടുള്ള തന്നെ ഇമ്പോർട്ടഡ് ആണ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പം നമുക്കിപ്പം ചെയ്യുന്ന സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടാവും, കണ്ണിനൊക്കെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ എത്രമാത്രം കെയർ ഉണ്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്? എങ്ങനെയാണ് ടൈം ഡ്യൂറേഷനും? കുറച്ച് നേരം എടുത്തിട്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് ഓരോ ഐലാഷസിലും ഓരോന്ന് വീതം ഫിക്സ് ചെയ്യണ ഒരു മെത്തേഡുള്ളത്. ഇപ്പോൾ ഓരോ ഐലാഷസ് ഫില്ല് ചെയ്യുന്നത് അല്ലേ? ഓരോ ഐലാഷസിലും ഓരോ ഐലാഷസ് ഫിക്സ് ചെയ്ത് അങ്ങനെ പോവുക ചെയ്യുന്നത്. മാം, അതുപോലെ തന്നെ നമുക്കൊരു ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്ന ഒരു പ്ലേസ് സെലക്ട് ചെയ്യണം. അങ്ങനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ചെയ്യുന്ന ആൾക്ക് ഇതിനെക്കുറിച്ച് നല്ലൊരു ഐഡിയ ഉള്ള ഒരാൾ, അതുപോലെ തന്നെ ഈ ഒരു പ്രൊഫഷനിൽ കുറച്ച് നാളത്തെ ഒരു പ്രവൃത്തി പരിചയം, അതാരായാലും പ്രവൃത്തി പരിചയമുള്ള ആളുടെ അടുത്ത് തന്നെ പോയിട്ട്
അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ടെക്സ്ചറിനനുസരിച്ച സെയിം ടെക്സ്ചറിലുള്ള ഹെയർ തന്നെയാണോ എന്നുള്ളതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്. എനിക്കിപ്പം ഫസ്റ്റ് ടൈം ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ മാമിൻ്റെ ഫേമിൽ വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ ചെയ്യുമോ അതോ ഹെയർ ചെക്ക് ചെയ്ത് അതിനുള്ള ഹെയർ എത്തിച്ച ശേഷമൊക്കെയാണോ ചെയ്യുന്നത്? കുറേ പേർക്ക് അങ്ങനെ ഇപ്പം ഈ 2 തരത്തിലും ഞാൻ ചെയ്യാറുണ്ട്. എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഓൾറെഡി ഹെയർ ഈ വരുന്ന കസ്റ്റമറുടെ അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ സെയിം ടെക്സ്ചറിലുള്ള ഹെയർ ചിലപ്പോൾ ഉണ്ടാവും. അപ്പം അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അവർ ആഗ്രഹിക്കണ ലെങ്ത്ത് പലർക്കും പല ലെങ്ത്താണല്ലോ പറയുക. അപ്പോൾ അതേ സെയിം പറഞ്ഞ ആഗ്രഹത്തിനുള്ള ലെങ്ത്തുള്ള ഹെയർ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പം തന്നെ വെച്ച് പോകാനായിട്ട് പറ്റും. അതല്ലെങ്കിൽ നിങ്ങളുടെ ഹെയർ ചിലർക്ക് മറ്റേ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ് ഉള്ളവരുണ്ടായിരിക്കാം, പിന്നെ ഹെയർ ഫോൾ ഉള്ളവരുണ്ടായിരിക്കാം, ഹെയർ തിന്നിങ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ടായിരിക്കാം. അപ്പോൾ അത് അവരെ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ അവരോട് പറഞ്ഞ് അവരുടെ ഇഷ്യൂസൊക്കെ ഒന്ന് കുറവാക്കിയിട്ട് വരാൻ പറയാറുണ്ട്. എന്നിട്ട് പിന്നെ അവർക്ക് എത്ര ലെങ്ത്താണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ഹെയർ വരുത്തിയിട്ടാണ് പിന്നെ നമ്മൾ ചെയ്തു കൊടുക്കാറുള്ളത്. ആ സെയിം ടെക്സ്ചറിലുള്ള ഹെയർ വരുത്തി അങ്ങനെ ചെയ്തു കൊടുക്കും. ഇത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചില ഫോട്ടോസും വീഡിയോസൊക്കെ ചില ആൾക്കാരത് കണ്ട സമയത്ത് ഇതൊരു വിഗ് വെക്കുന്നതാണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിക്കുന്ന കാണാറുണ്ട്. ഇത് ഇത് വെച്ച് കഴിയുമ്പോൾ വിഗ് വെച്ച പോലെ ഉണ്ടാവുമോ? വിഗ് വെച്ച ഫീലൊന്നും ആർക്കും തോന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിഗ് എന്ന് പറയുമ്പോൾ അത് നമ്മളുടെ ഹെയറിൽ ടോപ്പ് ഓഫ് ദ ഹെയറിൽ വരുന്ന ഒരു സംഭവമാണ്. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമ്മുടെ ഓൾറെഡി നിലവിലുള്ള ഹെയറിനെ ഇപ്പം ഇയർ സെക്ഷൻ മുതൽ കുറച്ച് ഹെയർ മാറ്റിയിട്ട് അതിൻ്റെ അടിഭാഗത്തായിട്ടാണ് നമ്മൾ ഈ ഹെയർ ഫിക്സ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ നിലവിലുള്ള ഹെയറാണ് അതിൻ്റെ മുകളിലേക്ക് വരിക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെ ഒരു വെച്ചൊരു ഫീല് നമുക്ക് തോന്നില്ല. അത് വെച്ചിട്ടുണ്ടോ ഇല്ലേ എന്നൊന്നും അറിയാൻ പറ്റില്ല. അതാണ് വിഗും ഇതും തമ്മിലുള്ള വ്യത്യാസം. ഇത് നമ്മുടെ ഓൺ ഹെയർ ആണ്, എല്ലാവരും കാണുന്ന ഭാഗത്ത് നിൽക്കുക ഓൺ ഹെയർ ആയിരിക്കാം. അപ്പൊ അത് കാരണം അങ്ങനെ വ്യത്യാസമായിട്ടൊന്നും തോന്നില്ലേ. പിന്നെ കൂടാന്ന് വെച്ചാൽ മാം ഓൾറെഡി പറഞ്ഞ ഈ അരോമ ട്രീറ്റ്മെന്റ്സ് ആ ഒരു സംഭവം എനിക്ക് സത്യത്തിൽ അത് എന്താന്ന് സത്യമായിട്ട് എനിക്കറിയില്ല. അതെന്താ ശരിക്കും സംഭവം എന്താണ് അരോമ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മൈൻഡ് റിലാക്സേഷന് വേണ്ടിയിട്ട് ചെയ്യണതാണ്. അത് പണ്ട് മുതലേ എല്ലാവരും ചെയ്തു വരുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ നമ്മൾ അതിൽ ഒരുപാട് എസെൻഷ്യൽ ഓയിൽസ് ആണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതല്ലാതെ വേറെ കെമിക്കലായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. എന്തൊക്കെ ഇഷ്യൂസ് ഉള്ള ആളുകൾക്കാണെങ്കിലും ഇപ്പൊ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്കാണെങ്കിലും അതുപോലെ ഫേസിൽ എന്തെങ്കിലും ഇതുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് ഒരു കുഴപ്പമുണ്ടാവില്ല. അലർജി ഉള്ളവർക്കും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു തെറാപ്പി അരോമ തെറാപ്പി. അത് പണ്ട് മുതലേ നിലവിലുള്ളത്. പക്ഷെ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ആരും ഇപ്പം പെട്ടെന്നുള്ള റിസൾട്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിന്നാലുള്ള എല്ലാവരും അതിൻ്റെ പിന്നാലെയാണല്ലോ. അപ്പം അത് കാരണം അരോമ തെറാപ്പി ആരും അധികം അങ്ങനെ നമ്മുടെ അവിടെയൊക്കെ കേട്ടോ അപ്പം എല്ലായിടത്തും യൂസ് ചെയ്യുന്നുണ്ട്. നല്ല പാർലറുകളിലൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരോമ തെറാപ്പിയിലൂടെ ആകുമ്പോൾ നമുക്ക് അവർക്കൊരു മൈൻഡ് റിലാക്സേഷൻ കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ അവരുടെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ സൊല്യൂഷൻ നമുക്ക് ഈ അരോമ തെറാപ്പിയിൽ തന്നെ കിട്ടും. ഇപ്പോൾ സ്കിൻ ബ്രൈറ്റ് ആവണം എന്നുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ എസെൻഷ്യൽ ഓയിൽസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ പിമ്പിൾസ് ഉള്ളവർക്ക് അതിനുള്ള എസെൻഷ്യൽ ഓയിൽസ് അങ്ങനെ ആഡ് ഓൺ ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഫേഷ്യൽസ് ആയാലും ഇപ്പൊ ഹെഡ് മസാജ് ആയാലും ഒക്കെ റിലാക്സേഷന് വേണ്ടിയിട്ടുള്ള ഇത് ചെയ്യണത്. ഇപ്പൊ ലാവൻഡറൊക്കെ എസെൻഷ്യൽ ഓയിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ഹൈ റിസൾട്ടാണ് അതിൽ ഓരോ കാര്യത്തിനും കിട്ടുക. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ സ്ട്രെസ് കൂടുതലുള്ള ഒരു ഇതാണല്ലോ. അപ്പോൾ നമ്മൾ അരോമ തെറാപ്പിയിലൂടെയുള്ള ഇതുപോലെ ഹെഡ് മസാജ് ആയാലും അതുപോലെ ഫേഷ്യൽസ് ആയാലും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് റിലാക്സേഷൻ മാത്രമല്ല സ്ട്രെസ് ഫ്രീ ആവുകയും ചെയ്യും. അപ്പോൾ ഒരു മെഡിറ്റേഷൻ ചെയ്ത ഒരു ഫീലാണ് അവർക്ക് ഓരോ ഇത് കഴിഞ്ഞ് പോകുമ്പോഴും അവർക്ക് കിട്ടുക. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വെയിലൊക്കെ കൊള്ളാൻ പറ്റുമോ? പൊതുവേ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് ഒരു ഫംഗ്ഷൻ്റെ 3 ദിവസം മുന്നേ ഫേഷ്യൽ ചെയ്താലേ നമുക്ക് ആ ബ്രൈറ്റ്നെസ് ഉണ്ടാവുള്ളൂ, അതല്ലെങ്കിൽ വെയിൽ കൊള്ളാൻ പാടില്ല, ഇങ്ങനെയൊക്കെ ഉണ്ടോ? ഇതിലും ഉണ്ടോ? ഇതിലിപ്പോൾ വെയിൽ കൊള്ളരുത് എന്നുള്ളത് നമ്മളെല്ലാത്തിലും പറയും. പക്ഷെ അരോമ തെറാപ്പിയിൽ നമ്മൾ സൺസ്ക്രീൻ ഉണ്ട്. അപ്പോൾ ആ സൺസ്ക്രീൻ നമ്മൾ അവർക്ക് കൊടുത്തയക്കുക ചെയ്യണത്. ഇപ്പം എൻ്റെ പാർലറിൽ ഫേഷ്യൽ ചെയ്തു പോകുന്ന എല്ലാ ക്ലയൻസിനും അതുപോലെ സ്പാ ചെയ്ത് പോകുന്നവർക്കായാലും എന്തായാലും ഞാൻ എൻ്റേതായിട്ട് ഞാൻ ഒരു
കുറച്ചൊരു പ്രോഡക്റ്റ് ഞാൻ അവർക്ക് ഹോം റെമഡി എന്നുള്ള രീതിക്ക് ഞാൻ അവർക്ക് കൊടുത്തയക്കും. അപ്പോൾ അത് അവരോട് യൂസ് ചെയ്യാൻ പറയും. അങ്ങനെ അപ്പോൾ അവർ ഹാപ്പിയാണ്. ഈ ഇതൊക്കെ കൊടുത്തു വിടുന്നോണ്ടാണല്ലേ ഈ 16 വർഷത്തെ ഈ ഒരു ഗ്രോ എന്ന് പറയുന്നത്. അതെ, അതും അതിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. ഓരോ ക്ലയൻസും വന്നു കഴിഞ്ഞാൽ ഞാൻ അവരങ്ങനെ വേറിട്ട് സ്ഥിരം വരുന്നവര് അല്ലെങ്കിൽ ഇപ്പൊ ആദ്യമായിട്ട് വരുന്നവര് അങ്ങനെയുള്ള ഒരു വേർതിരിവൊന്നും കാണിക്കാറില്ല. എല്ലാ ക്ലയൻസിനും ഒരേ രീതിക്കുള്ള സർവീസും കാര്യങ്ങളും അവരെ ഒന്ന് ഹാപ്പിനെസ് ആക്കി മാത്രമേ ഞാൻ അവരെ വിടാറുള്ളൂ. അപ്പോൾ ഗുഡ് സർവീസ് എന്നുള്ള രീതിക്ക് അവരാഗ്രഹിക്കുന്നതിലപ്പുറം നല്ലൊരു സർവീസ് കൊടുക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. അത് ചെയ്യണമുണ്ട്. അപ്പം അതിൻ്റെ സക്സസ് ആയിട്ടാണ് ഇപ്പം ഇത്രയും നല്ല രീതിയിൽ തൃശ്ശൂരും പാലക്കാടും ഇങ്ങനെ ഗ്രോ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഇപ്പം ന്യൂ കമേഴ്സ് ഉണ്ടാവില്ല, ഈ ഹെയർ എക്സ്റ്റൻഷൻ ഫീൽഡിലോട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്ന ന്യൂ കമേഴ്സ്. അപ്പോൾ അവർക്ക് എന്തൊക്കെ ടിപ്സ് കൊടുക്കാൻ പറ്റും ഈ ലൈക്ക് കോഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത്, അതുപോലെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്യുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റുന്ന ടിപ്സ് ഉണ്ടാവുമല്ലോ? അങ്ങനെ എന്തെങ്കിലും നമ്മുടെ 16 വർഷത്തെ എക്സ്പീരിയൻസിൽ ബേസിൽ എന്തൊക്കെ പറയാൻ പറ്റും? എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഇപ്പോൾ വരുന്ന ഈ പുതിയതായിട്ട് ഇത് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ബ്യൂട്ടീഷ്യൻസിനായാലും അതല്ലെങ്കിൽ ടെക്നീഷ്യൻസിനായാലും ഇപ്പം എനിക്ക് അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമയോടുകൂടി ചെയ്യാനുള്ള ഒരു ശ്രദ്ധയും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ക്ലയൻസിൻ്റെ ഹെയർ നോക്കി അത് മനസ്സിലാക്കി അത് ചെയ്യാനുള്ള ഒരു ശ്രദ്ധയും കാര്യങ്ങളും ഉണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ ഉള്ളത് പഠിക്കാനാണെങ്കിലും പുതിയതായിട്ട് വരുന്നത് ഇപ്പോൾ ഈ വർഷം പഠിച്ച ഒരു മെത്തേഡ് വർഷം പോലും അല്ല, പുതിയ പുതിയ മെത്തേഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ മെത്തേഡുകളാണോ വരുന്നത് അതെല്ലാതും നമ്മളൊന്ന് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ക്ലയൻസിനെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റണം. അവരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു ഇത്രയും വർഷത്തെ ജേണിയിൽ കുറേ ആൾക്ക് ഇപ്പം 2000-ൽ കൂടുതൽ ആൾക്കാർക്ക് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഓർത്ത് വെക്കുന്ന എന്തെങ്കിലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടില്ലോ അതല്ലെങ്കിൽ ഒരു ഇമോഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും മൊമെന്റ് എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇമോഷണൽ എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ പാർലറിൽ ഒരു വൈഫിന് വേണ്ടിയിട്ട് ഒരു ഹസ്ബൻഡ് ഒരു എൻക്വയറിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളിതിനെക്കുറിച്ച് എന്നോട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കി. ഇതെങ്ങനെയാണ് വെക്കുക, അതിനെത്ര കോസ്റ്റ് എത്ര വരും, എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക, അങ്ങനെയാണെങ്കിൽ എൻ്റെ വൈഫിന് വേണ്ടിയിട്ടാണ് വെക്കാൻ പറ്റുമോ, എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതൊക്കെയും കഴിഞ്ഞ് ഇതിൻ്റെ ചാർജ് എത്രയാവും എല്ലാം അത് ആൾ ചോദിച്ചു പോയി. പക്ഷേ കുറേ നാളുകൾക്ക് ശേഷം പിന്നെ ആളെ ആ ഭാഗത്തേക്കൊന്നും വന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഫേക്കായിരിക്കാം, ഇപ്പോൾ വെറുതെ എല്ലാവരും ചോദിച്ചു പോവുമല്ലോ, ഞാൻ അതുപോലെ ചോദിച്ചതായിരിക്കാം എന്ന് വിചാരിച്ചു. പിന്നീടാണ് ഒരു ദിവസം കുറച്ച് മാസങ്ങൾക്ക് ശേഷം ആ വ്യക്തി വന്നത്. അപ്പോൾ ആളുടെ വൈഫിനെയും കൊണ്ടാണ് വന്നത്. അപ്പോൾ വൈഫിനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഇനി ഞങ്ങളുടെ വീട്ടിൽ ഒരു ഫങ്ഷൻ ഉണ്ട്, ചേട്ടൻ്റെ മോൻ്റെ കല്യാണം ഉണ്ട്. അപ്പോൾ ഇവളെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഇവൾക്ക് ഒരുപാട് ഹെയർ ഉണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെ പല പ്രശ്നങ്ങളെ കാരണം ഹെയർ എല്ലാം പോയി, തീരെ ഇല്ലാതെ. ഇനിയിപ്പോൾ വീട്ടിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു ഫങ്ഷനാണ്. അപ്പോൾ ഇതിൽ എനിക്ക് അവളെ പണ്ടത്തെ പോലെ തന്നെ എനിക്ക് കാണണം എന്നുള്ളതായിരുന്നു ആളുടെ ആഗ്രഹം. അതിനുവേണ്ടി വൈഫിനെ കൊണ്ടുവന്നു. എന്നിട്ട് അവരാഗ്രഹിക്കുന്ന ലെങ്ത്തിലുള്ള ഹെയർ ഇതൊക്കെ വെച്ച് കൊടുത്തു. അപ്പോൾ ഈ വൈഫിനേക്കാളധികം സന്തോഷം ഉണ്ടായത് അവരുടെ ഹസ്ബൻഡിനായിരുന്നു. അപ്പോൾ ആ ആൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ അന്ന് വന്ന് ചോദിച്ചു പോയപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ പറഞ്ഞത്, ഇവിടെ വന്ന് ഞാൻ മാമിനോട് ഇത് ചോദിച്ചു പോയ അന്ന് മുതൽ ഡെയിലി കിട്ടുന്ന ആ ഒരു പോർഷൻ ഞാനിങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടാണ് ആ ക്യാഷ് കൊണ്ടുവന്നതെന്ന്. ഇതേപോലെ തന്നെ പെഡസ്ട്രൽ ഫാനിൽ അവരുടെ ഹെയർ ഫുള്ളും പെട്ട് ഒരുവിധം ലോങ് ഹെയർ ആയിരുന്നു. അത് ഫുള്ളും അതിൽ പെട്ട് കഴിഞ്ഞ് ഫുള്ള് കട്ട് ചെയ്യേണ്ട ഒരവസ്ഥ വന്നു. അതാണ് ഇപ്പോൾ അവർക്കത് ഭയങ്കര വിഷമായിരുന്നു. ഇനി വീണ്ടും ഇത്രയും ഹെയർ ഉണ്ടാവണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ അടുത്ത് വന്നു. ശരിയായി അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള സെയിം ടെക്സ്ചറിലുള്ള ഹെയർ തന്നെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ അവരുടെ ആ സന്തോഷം ഇതൊക്കെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക, ഹാർട്ട് ബ്രോക്കൺ എന്ന് പറയില്ലേ, അതുപോലെയായിരുന്നു. ഈ ഒരു ഫേമിൽ ഇത്രയും വർഷം നിൽക്കണമെങ്കിൽ ബാക്ക് ബോൺ ആയിട്ട് കുറേ ഫാമിലി കുറേ മീൻസ് ഹസ്ബൻഡ്, മക്കൾ, ഞാനിപ്പം തന്നെ കണ്ടു ഇൻ്റർവ്യൂവിൽ മക്കൾ വന്നിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു
16 വർഷത്തെ അവരെ സപ്പോർട്ട്? 16 വർഷമായിട്ട് ഫാമിലി സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ പറ്റിയത്. അതിന് ഞാൻ എൻ്റെ ഫാമിലിയോടും അതുപോലെ തന്നെ ദൈവത്തിനോടും പിന്നെ അതുപോലെ എൻ്റെ കൂടെ എന്നിൽ വിശ്വാസം അർപ്പിച്ച് നിൽക്കുന്ന എൻ്റെ എല്ലാ ക്ലയൻസിനോടും എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ഇപ്പം നമ്മൾ കുറേ സംസാരിച്ചു. ഈ സംസാരത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കിത് ഭയങ്കര എക്സ്പെൻസീവ് എന്ന് പറഞ്ഞ പർപ്പസിനേക്കാളും കൂടുതൽ നമുക്ക് ഏതൊരാൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന അവരുടെ ഒരു ഹാപ്പിനെസ് ആണ് ഇത്. അതുപോലെ മാം ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബിസിനസ് എന്ന് പറഞ്ഞ പർപ്പസിനേക്കാളും കൂടുതൽ കുറേ ആൾക്കാരുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് മാം ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കുറേയേറെ കാര്യങ്ങൾ എനിക്ക് ഈ ഒരു കോൺവെർസേഷൻ മനസ്സിലായി. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മാമിനെ വന്ന് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ഹാപ്പി റിസൾട്ടോടെ മാത്രമേ നമുക്ക് പുറത്തോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഈ ഒരു ഹാപ്പി റിസൾട്ട് ലൈഫിലും ഇനി പറഞ്ഞതുപോലെ ഓവറോള് പാലക്കാടും തൃശ്ശൂരും മാത്രമുള്ള ഈ ഒരു ഫേം ഓൾ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത്രയും നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ഞങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചതിൽ താങ്ക് യു സോ മച്ച്. നന്ദി.